0.1 ബാർ 0.1 ബാർ എന്ന് പറഞ്ഞാൽ 0.1111 എക്സെട്ര. അതായത് ഈ ബാർ ഇട്ട സംഖ്യ, ഈ മുകളിൽ വര വരച്ച സംഖ്യ ആവർത്തിക്കുകയാണ് എന്നർത്ഥം. അതായത് ഇത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. അപ്പോൾ 0.1 ബാർ എന്ന് പറഞ്ഞാൽ 0.1111 എക്സെട്ര. ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ്. ഇതിനെങ്ങനെ ഭിന്നസംഖ്യയാക്കുക നമുക്ക് നോക്കാം. സമം ഇതിൽ ഏത് സംഖ്യയാണ് ആവർത്തിക്കുന്നത്? ഇതിൽ 1 എന്ന സംഖ്യയാണ് ആവർത്തിക്കുന്നത്. അത് നമുക്ക് അംശമായിട്ട് എഴുതുക. ബൈ ഇതിൽ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 1 എന്ന ഒരക്കാണ് ആവർത്തിക്കുന്നത്. എത്ര അക്കം ആവർത്തിക്കുന്നുണ്ടോ അത്രയും 9 ഛേദമായിട്ട് എഴുതുക. ഉത്തരം 1/9. ഇതുപോലെ 0.2 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2222 എക്സെട്ര. അതായത് ഈ 2 ആവർത്തിക്കുകയാണ്. 0.2222 എക്സെട്ര. ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ. ഇതിനെ എങ്ങനെ ദശാംശ ഭിന്നസംഖ്യയാക്കുക? ഇതിൽ ഏത് സംഖ്യയാണ് ആവർത്തിക്കുന്നത്? ആവർത്തിക്കുന്ന സംഖ്യ 2 ആണ്. അത് അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 2 എന്ന ഒരക്കാണ് ആവർത്തിക്കുന്നത്. എത്ര അക്കം ആവർത്തിക്കുന്നുണ്ടോ അത്രയും 9 ഛേദമായിട്ട് എഴുതുക. ഉത്തരം 2/9. 0.3 ബാർ എന്ന് പറഞ്ഞാൽ 0.333 എക്സെട്ര. അതായത് 3 എന്ന അക്കം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഭിന്നസംഖ്യയാക്കുക? ഏതക്കമാണ് ആവർത്തിക്കുന്നത്? 3 എന്ന അക്കം. അത് അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 3 എന്ന ഒരക്കാണ് ആവർത്തിക്കുന്നുണ്ട്. ഒരു 9 ഛേദമായിട്ട് എഴുതുക. 3/9. ഇതിനെ നമുക്ക് 3 കൊണ്ട് വെട്ടിച്ചുരുക്കാം. അപ്പോൾ 1 3 3 3 9. അടുത്ത് 0.4 ബാർ എങ്ങനെ എഴുതുക? 0.4444 എക്സെട്ര എന്നെഴുതാം. ഇത് ആവർത്തക ദശാംശ സംഖ്യയാണ്. നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. ഇതിനെ എങ്ങനെ ഭിന്നസംഖ്യയാക്കുക? ഏതക്കമാണ് ആവർത്തിക്കുന്നത്? 4 എന്ന അക്കം. അത് അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 4 എന്ന ഒരക്കം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരക്കം ആവുകൊണ്ട് ഒരു 9 ഛേദമായിട്ട് എഴുതുക. ഉത്തരം 4/9. 0.5 ബാർ എന്ന് പറഞ്ഞാൽ 0.5555 എക്സെട്ര. അതായത് 5 എന്നക്കം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതക്കമാണ് ആവർത്തിക്കുന്നത്? 5 എന്നക്കമാണ് ആവർത്തിക്കുന്നത്. അത് അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 5 എന്ന ഒരക്കമാണ് ആവർത്തിക്കുന്നത്. ഒരു 9 ഛേദമായിട്ട് എഴുതുക. ഉത്തരം 5/9. 0.6 ബാർ ഇതിൻ്റെ അർത്ഥം എന്താണ്? 0.6666 എക്സെട്ര. അതായത് 6 എന്നക്കം ആവർത്തിച്ച് പോവുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യയാക്കുക? ഏതക്കമാണ് ആവർത്തിക്കുന്നത്? 6 എന്നക്കം ആവർത്തിക്കുന്നു. അത് അംശമായിട്ട് എഴുതുക. എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 6 എന്ന ഒരക്കം ആവർത്തിക്കുന്നു. ഒരു 9 ഛേദമായിട്ട് എഴുതുക. 6/9. ഇതിനെ 3 കൊണ്ട് വെട്ടി ചുരുക്കാം. 23 6 39. ഉത്തരം 2/3. അതുപോലെ 0.7 ബാർ എന്താണ്? 0.7777 എക്സെട്ര. ഇത് 7 എന്നക്കം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഏതക്കമാണ് ആവർത്തിക്കുന്നത്? 7 എന്നക്കം ആവർത്തിക്കുന്നു. അത് അംശമായിട്ട് എഴുതുക. എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? ഒരക്കം ആവർത്തിക്കുന്നുണ്ട്. ഒരു 9 ഛേദമായിട്ട് എഴുതുക. ഉത്തരം 7/9. 0.8 ബാർ എന്താണ്? 0.888 എക്സെട്ര. അതായത് 8 എന്നക്കം ആവർത്തിക്കുകയാണ്. ഏതക്കാണ് ആവർത്തിക്കുന്നത്? 8 എന്നക്കം ആവർത്തിക്കുന്നു. അത് അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 8 എന്ന ഒരക്കം ആവർത്തിക്കുന്നു. ഒരു 9 ഛേദമായിട്ട് എഴുതുക. ഉത്തരം 8/9. 0.25 ബാർ അതായത് 0. ഈ 2നും 5നും വരച്ചിട്ടുണ്ട്. 2ഉം 5ഉം ആവർത്തിക്കുകയാണ്. 0.252525 എക്സെട്ര. അപ്പോൾ ഇതിനെ നമുക്ക് ദശാംശ ഭിന്നസംഖ്യയാക്കാം. ഇവിടെ ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 2ഉം 5ഉം ആവർത്തിക്കുന്നുണ്ട്. അതായത് അത് ചേർത്ത് എഴുതി എത്രയായി? 25. അത് അംശമായിട്ട് എഴുതുക. 25 അംശം ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 2 5. 2 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പം 2 9 ഛേദമായിട്ട് എഴുതുക. അതായത് 99. ഉത്തരം 25/99. 0.73 ബാർ അതായത് 0.737373 എക്സെട്ര എന്നാണ്. ഇതിൽ ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 7ഉം 3ഉം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 7 3 ചേർത്ത് എഴുതുക. 73 അംശമായിട്ട് എഴുതുക.
ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 7, 3, 2 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. 2 9 ഛേദമായിട്ട് എഴുതുക, അതായത് 99. ഉത്തരം 73/99. 0.98 ബാർ, അതിൻ്റെ അർത്ഥം 9ഉം 8ഉം ആവർത്തിക്കുന്നുണ്ട്. 0.98 98 98 എക്സെട്ര. ഇതിനെ ഏതാംശമായിട്ട് എഴുതുക? ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 9ഉം 8ഉം ആവർത്തിക്കുന്നുണ്ട്. അത് ചേർത്ത് എഴുതിയ 98 അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 2 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പം 2 9 ഛേദമായിട്ട് എഴുതുക. 2 9 പറഞ്ഞാൽ 99. ഉത്തരം 98/99. 0.235 ബാർ, അതായത് 2ഉം 3ഉം 5ഉം ആവർത്തിക്കുന്നുണ്ട്. ഇതിനെങ്ങനെ എഴുതുക? 0.235 235 235 എക്സെട്ര. ഇതിനെങ്ങനെ ഭിന്നസംഖ്യയാക്കുക? ഇതിൽ ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 2ഉം 3ഉം 5ഉം ആവർത്തിക്കുന്നുണ്ട്. അത് ചേർത്ത് എഴുതിയ 235 എന്ന് വരും. അത് അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 1 2 3 2 3 5 3 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 3 9 ഛേദമായിട്ട് എഴുതുക, അതായത് 999 ഛേദം. ഉത്തരം 235/999. 0.427 ബാർ, അതിൻ്റെ അർത്ഥം 4 2 7 ഇവയൊക്കെ ആവർത്തിക്കുന്നുണ്ട്. 0.427 427 427 എക്സെട്ര. അപ്പോൾ ഇതെങ്ങനെ ഭിന്നസംഖ്യയാക്കുക? ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 4ഉം 2ഉം 7ഉം ആവർത്തിക്കുന്നുണ്ട്. അത് ചേർത്ത് എഴുതുക. 427 അംശമായിട്ട് എഴുതുക. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 1 2 3 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. 3 9 ഛേദമായിട്ട് എഴുതുക, അതായത് 999. ഉത്തരം 427/999. 0.8143 ബാർ, അതായത് 8 1 4 3 ഇതെല്ലാം ആവർത്തിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ എഴുതുക? 0.8143 8143 എക്സെട്ര. ഇതിനെ എങ്ങനെ നമ്മൾ ഭിന്നസംഖ്യയാക്കുക? ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 8 1 4 3 ഇത് 4 എണ്ണം ആവർത്തിക്കുന്നുണ്ട്. ഇത് ചേർത്ത് എഴുതിയ 8143 അംശം. ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 1 2 3 4 അക്കം ആവർത്തിക്കുന്നുണ്ട്. 4 9 ഛേദമായിട്ട് എഴുതുക, 9999. അടുത്തത് 0.9753 ബാർ, അതിൻ്റെ അർത്ഥം ഈ അക്കങ്ങളെല്ലാം ആവർത്തിക്കുന്നുണ്ട്. 9ഉം 7ഉം 5 3 1 ഒക്കെ ആവർത്തിക്കുന്നുണ്ട്. എങ്ങനെ എഴുതുക? 0.9753 പിന്നെ 0 അല്ല, 97531 എക്സെട്ര എന്നാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ ഭിന്നസംഖ്യയാക്കുക? ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 97531 ഇത്രയും അക്കങ്ങൾ. അപ്പോൾ 97,531 അംശമായിട്ട് എഴുതുക. 97,531 അംശം ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 1 2 3 4 5 അക്കം ആവർത്തിക്കുന്നുണ്ട്. 5 9 ഛേദമായിട്ട് എഴുതുക. 1 2 3 4 5 5 9, അതായത് 99,999 ഛേദം. ഉത്തരം 57,531/99,999. ഇവിടെ ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. 5 അല്ല കേട്ടോ, 9753 ആണ്. അപ്പോൾ 9753 ആണ്, 1 ആണ്. അപ്പോൾ 9753 അപ്പോൾ ഉത്തരം 97,531/99,999.